എൻ്റെ വസ്ത്രധാരണം ഞാൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ബോധ്യങ്ങളുടെയും ഒരു ഭാഷയാണ്. സംവദിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിനിമയ ഉപകരണമാണ്, ഒരു ഉപാധിയാണ് യഥാർത്ഥത്തിൽ വസ്ത്രം എന്ന് പറയുന്നത്. പള്ളികളിൽ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭക്തിയോട് കൂടിയുള്ള ഒരു വസ്ത്രധാരണമായിരിക്കണം. പണ്ട് കാലങ്ങളിൽ മാതാപിതാക്കന്മാർ, നമ്മുടെ പൂർവികർ, അവരൊരു വസ്ത്രം പള്ളിയിലേക്ക് പോകുവാനായി ഏറ്റവും നല്ല വസ്ത്രം മാറ്റി വെച്ചിരുന്ന കാലഘട്ടമുണ്ട്. ബനിയനിലൊക്കെ ഒരു ചെറിയ എഴുത്തുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് നമ്മുടെ പള്ളിക്കും സഭയ്ക്കും ഒക്കെ വിരുദ്ധമായി പോകുകയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വസ്ത്രധാരണം പള്ളിയിൽ ഒരു ന്യായമായ വസ്ത്രധാരണം തന്നെ വേണം. പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന ഒരു വസ്ത്രധാരണ രീതി തന്നെ മക്കൾ പാലിക്കണമെന്ന് ശഠിക്കുന്നതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം അവർ സമൂഹത്തിൻ്റെ ഭാഗമാണ്. നമ്മളെല്ലാവരും ഒരു വലിയ അളവ് വരെ പലരുടെയും കസ്റ്റമേഴ്സാണ്. ഉപഭോക്തൃ സംസ്കാരം നിലനിൽക്കുന്ന ഈ നാട്ടിൽ നമ്മൾ പലരുടെയും കസ്റ്റമേഴ്സാണ്. പലരും ഉണ്ടാക്കി വയ്ക്കുന്നു, അത് ഉപയോഗിക്കാൻ ആരെയെങ്കിലും കിട്ടണം. ഒരു ശിശുദിനത്തിന് ഒരു സ്കൂളിൽ ശിശുദിന സന്ദേശം നൽകാനായിട്ട് എന്നെ വിളിച്ചു. അന്ന് കളർ ഡ്രസ്സ് ഇടാനുള്ള ദിവസമായിരുന്നു. ദൗർഭാഗ്യവശാൽ എനിക്ക് ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റിയില്ല. എനിക്ക് മുകളിലേക്ക് നോക്കി സംസാരിക്കേണ്ടി വന്നു. വിവിധ ഫാഷനിലുള്ള ഡ്രസ് കോഡ്. ചേച്ചി പറഞ്ഞത് ശരിയാണ്. മറ്റു കുട്ടികൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം ധരിക്കാൻ നമ്മുടെ മക്കൾക്ക് ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, നല്ലതുമാണ്. എന്നാൽ അത് വസ്ത്രത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റുന്ന വസ്ത്രമായിരിക്കണ്ടേ. ഒരു ഫാഷൻ ഡിസൈനറുടെ പുതിയ പരീക്ഷണങ്ങൾക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഉടൽ ഒരു ഇരയാകണോ വേണ്ടയോ, അതാണ് ഒരമ്മ തീരുമാനിക്കേണ്ടത്. അതെന്തായാലും വേണ്ട. അതാണ് ഞാൻ പറഞ്ഞത്. മാന്യമായി നമ്മൾ തന്നെ നമ്മളെ ചിന്തിക്കുക. നമ്മുടെ അപ്പനും അമ്മയൊക്കെ ചട്ടയും മുണ്ടോ ഈ പറയുന്ന പോലെ വേഷങ്ങളൊക്കെ കിട്ടി നമ്മൾ മാറി. ഇപ്പോൾ ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള വേഷമാറ്റങ്ങൾ കുട്ടികളിലുണ്ടാവും. പക്ഷേ അത് മറ്റൊരാൾക്ക് തെറ്റിദ്ധാരണ രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമ്മളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന വിധത്തിലുള്ളതാവരുത്. അത് നിർബന്ധം. അങ്ങനെയാണ് ചേച്ചി പറഞ്ഞതെങ്കിൽ ദേവാലയത്തിൽ വരുന്ന കുഞ്ഞുങ്ങളുടെ ബനിയനിൽ ഇപ്പം എന്താണ് സ്പൈഡർമാൻ, സൂപ്പർമാൻ, പിന്നെന്തൊക്കെ മാനാണ്, പല മാൻ ഒക്കെ വന്നിട്ടുള്ള എന്താണ് ബ്ലാക്ക് മാസിൻ്റെ എംബ്ലം. അതായത് അത് മാത്രമല്ല, ഇപ്പോൾ സ്പോർട്സ് സ്റ്റാർ, പലതരം സ്പോർട്സ് സ്റ്റാറിൻ്റെ എംബ്ലവും, എന്നാൽ ക്രിക്കറ്റും അതും ഇതും എല്ലാം ഉണ്ടാവും. സിനിമാ താരങ്ങൾ. ഇത് കാണാനായിട്ട് നമ്മൾ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ്? നമുക്ക് വേറെ ഷോപ്പിംഗ് മോളിലേക്ക് പോയാൽ പോരെ? ദേവാലയത്തിൽ വരുന്ന ആളുകൾ നമ്മളെ മാത്രമല്ല കാണും. നമ്മൾ മാത്രമാണ് ദേവാലയത്തിൽ പോകുന്നതല്ല. അപ്പോൾ ദേവാലയത്തിൽ വരുന്ന ആളുകൾക്ക് ദൈവത്തെ കാണുവാനായിട്ടുള്ള സഹായം ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രം കണ്ടിട്ട് ഇവനെന്ത് ഡിസ്റ്റർബ്ഡ് ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു വസ്ത്രധാരണം നമ്മുടെ സഭ ശൈലിയാക്കുന്നില്ല എന്നാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് മാത്രം നിങ്ങൾ പറഞ്ഞു ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോരോ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഓരോരോ കാലഘട്ടങ്ങളിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ വസ്ത്രം ധരിക്കുന്നത് പോലെയല്ല വിദേശത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, അല്ലേ? ഇറ്റലിയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ നമ്മൾ ചെന്ന് കഴിയുമ്പം നമുക്ക് ഇത്തരത്തിലുള്ള വസ്ത്രധാരണം ആരും കാണില്ല. ചുരിദാറും മാന്യമായ വേഷങ്ങളൊന്നും അവിടെ. നമ്മളുടെ മാന്യത എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മനസാക്ഷി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലും ഇറ്റലിയിലും രൂപപ്പെട്ടതല്ല. മലയാളിയുടെ മനസാക്ഷി എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മലയാളികളാണ്, ഗോവക്കാരും മാംഗ്ലൂരിയൻസും അല്ല. മലയാളികൾ ധരിക്കേണ്ട വസ്ത്രത്തിന് മലയാളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ശൈലി ഉണ്ടാവണം. അത് കത്തോലിക്കരാണെങ്കിൽ കത്തോലിക്ക സഭയുടെ ദേവാലയങ്ങളിൽ പ്രവേശിക്കുമ്പോൾ അത് മറ്റൊരാൾക്ക് ഉതപ്പുണ്ടാകുന്ന രീതിയിലുള്ള വസ്ത്രധാരണമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറഞ്ഞു വന്നത് കാരണം നമ്മുടെ മനസാക്ഷി രൂപപ്പെടുന്നത് നമ്മുടെ പാരമ്പര്യവും നമ്മുടെ സംസ്കാരവും കൊണ്ടാണ്.
അല്ലാണ്ട് ഇറ്റാലിയൻ കൾച്ചറും എന്താണ് ഇംഗ്ലീഷ് കൾച്ചറിൻ്റെയും പാരമ്പര്യം കൊണ്ടല്ല നമ്മുടെ മലയാളിയുടെ മനസ്സാക്ഷി രൂപപ്പെടുന്നത്. മാത്രമല്ല ഈ വിദേശികളുടെ സംസ്കാരമാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഉൾക്കൊണ്ടിട്ടുള്ളത്. നമ്മുടെ ആളുകൾ മക്കളൊക്കെ ആണെങ്കിലും പഠിച്ച് വിദേശത്തേക്ക് ഇപ്പോൾ ജോലിക്ക് പോലും പോകുന്നത് ഇംഗ്ലീഷ് ഭാഷയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് സംസ്കാരവും ആ ഡ്രസ് കോഡും ഒക്കെ നമുക്ക് വരുന്നതിന് എന്താ തെറ്റിരിക്കുന്നത്? നമ്മൾ ഇവിടെ പറയുന്നത് സംസാര ഭാഷയെ പറ്റി മാത്രമല്ല, ശരീരഭാഷയെ പറ്റിയാണ്. ഇംഗ്ലണ്ടുകാരൻ്റെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു ഡ്രസ് കോഡാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മുടേതായ ഒരു സംസ്കാരം നമുക്ക് നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു തുടർച്ച ഉണ്ടാവുള്ളൂ എന്നുള്ളത് ശരിയല്ലേ? നമ്മൾ എന്ത് സ്വീകരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. വിദേശീയർ ഇഷ്ടം പോലെ കൊണ്ടുവന്നിരുന്ന സാധനങ്ങളെല്ലാം കൂടെ നമുക്ക് അതുപോലെ എടുത്ത് വിഴുങ്ങാൻ നമുക്ക് പറ്റത്തില്ല. നമ്മളുടെ സംസ്കാരവും നമ്മളുടെ ഓരോരുത്തരുടെയും മനസ്സാക്ഷിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിദേശീയൻ്റെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടുന്ന ഒരു പരിപ്രേക്ഷ്യത്തിലല്ല മലയാളിയുടെ മനസ്സാക്ഷി രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പോൾ ചേട്ടൻ ചോദിച്ച ചോദ്യം വളരെ വളരെ അർത്ഥവത്തായ ചോദ്യമാണ്. കാരണം വിദേശീയരെ നമ്മളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞു, നമ്മളിപ്പോഴും അടിമകളായിട്ട് തന്നെ കഴിയണം എന്ന് തന്നെയാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല, നമ്മൾ സ്വതന്ത്രരാകേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും അതാണ് അവർ ആദരിക്കുന്നത്. ഓരോ പരിപാടികൾക്കും ഇപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള ഫങ്ഷൻസിന് അതിൻ്റെതായ വസ്ത്രഭാഷയുണ്ടാകും. അത് അവരുടെ സംസ്കാരമാണ്, ആഫ്രിക്കക്കാരുടെ സംസ്കാരമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടേതായ രീതിയാണ്. അവരത് ഉപയോഗിക്കും. മലയാള ക്രൈസ്തവർ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ളൊരു സംസ്കൃതിയേ അല്ല. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളേത് ഡ്രസ്സ് ധരിച്ചാലും അത് നമ്മൾ ധരിക്കുന്നത് ഇപ്പം ഓരോരുത്തർക്കും കംഫർട്ടായിട്ടുള്ള ഡ്രസ്സായിരിക്കുമല്ലോ അവർ ധരിക്കുന്നത്. അപ്പം അത് ആ ഡ്രസ്സ് നോക്കി കാണുന്ന ആളുടെ കാഴ്ചപ്പാട് തെറ്റായതുകൊണ്ടല്ലേ ആ ഡ്രസ്സ് മോശമാണെന്ന് നോക്കുന്ന ആൾക്ക് തോന്നുന്നത്. അതായത് ഒരാളുടെ കാഴ്ചപ്പാടിലാണ് കാര്യങ്ങളിരിക്കുന്നത്. ശരിയാണ്, കാഴ്ചപ്പാട് നിർണ്ണയിക്കുന്ന ചില പശ്ചാത്തലങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മാനദണ്ഡം. കാഴ്ചപ്പാട് നിർണ്ണയിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഓരോരുത്തരും നമ്മൾ സ്വയം പ്രദർശിപ്പിക്കാനായിട്ടുള്ള ഒരു ത്വരയുണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ. എക്സിബിഷനിസം എന്നൊക്കെ പറഞ്ഞൊരു പുതിയ ന്യൂ ജനറേഷൻ ഫിലോസഫിയൊന്നുമല്ല, അത് പണ്ട് തൊട്ടുള്ളത് തന്നെയാണ്. ഒരു പ്രദർശന പരതയുണ്ട്. അപ്പോൾ അതൊരു വസ്ത്രധാരണം അതിനൊരു ഉപാധിയാക്കി മാറ്റുന്നുണ്ട് പലരും. ഇപ്പോൾ നല്ല പുതിയ ഫാഷൻ ഡ്രസ്സൊക്കെ ധരിക്കണം, വില കൂടിയ ഡ്രസ്സ് ധരിക്കണം, പൈസയുള്ളവർ വാങ്ങിച്ച് ധരിക്കുന്നു. ആർക്ക് ഛേദം? അവർ ധരിക്കുന്നു. അവരെ ആരും കുറ്റപ്പെടുത്തുന്നില്ല. നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊരു വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. ചേച്ചി പറഞ്ഞത് ആ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റമാണ് വസ്ത്രധാരണത്തെ പറ്റിയുള്ള അഭിപ്രായ പ്രകടനം എന്നാണ് ചേച്ചി പറഞ്ഞതിനകത്തെ പൊരുൾ. അതൊരു പരിധി വരെ അത് ശരിയുമാണ്. വ്യക്തിയെ നമ്മൾ ആദരിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു. പക്ഷേ ആ വ്യക്തിക്കൊരു ബാധ്യതയുണ്ട്. ഞാനൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ്, എൻ്റെ ഈ ഒരു വ്യക്തിത്വത്തെ ഈ സമൂഹം ആദരിക്കണം. എൻ്റെ ഉടൽ എന്ന് പറയുന്ന ഈ ഒരു അനുഭവത്തിൻ്റെ ഒരു വസ്തുപരതയുണ്ട്, ഒരു ഒബ്ജക്റ്റിവിറ്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഒരു വസ്തു എന്നുള്ള രീതിയിൽ എന്നെ വേണേൽ കാണാം. അങ്ങനെ കാണുമ്പോഴാണ് എന്നെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ തോന്നുന്നത്. എന്നെ നീ ഉപയോഗിക്കണോ, എന്നെ നീ ബഹുമാനിക്കണോ എന്നുള്ളത് നിൻ്റെ മാത്രം തീരുമാനമല്ല. കാഴ്ചപ്പാടെന്ന് പറയുമ്പം അത് നിൻ്റെയും കൂടെ തീരുമാനമാണ്. പക്ഷേ ഞാനാണ് തീരുമാനിക്കേണ്ടത്, ഞാൻ ബഹുമാനിക്കപ്പെടണോ അതോ ഉപയോഗിക്കപ്പെടണോ എന്നുള്ളത്. ഇനി ഞാൻ ഒരു വസ്തുവിനെ പോലെ എന്നെ ഉപയോഗിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏത് ഡ്രസ് കോഡും എനിക്ക് ഉപയോഗിക്കാം. ഇനി മറ്റൊരു കാര്യമുണ്ട്, ഞാൻ എന്ന് പറയുന്നത് തന്നെ ഒരു തുടർച്ചയുടെ ഒരു കണ്ണിയാണ്. ഞാൻ എന്ന് പറയുന്നത്, നീ എന്ന് പറയുന്നത് ഒരു തുടർച്ചയുടെ കണ്ണിയാണ്. എനിക്കൊരു പാരമ്പര്യം തുടരാനുണ്ട്, എനിക്കൊരു മതധാര തുടരാനുണ്ട്, എനിക്കൊരു വിശ്വാസ ശൈലി എനിക്ക് തുടരാനുണ്ട്. എൻ്റെ മക്കളിലേക്ക്, അടുത്ത തലമുറകളിലേക്ക് നമുക്ക് തുടരാനുണ്ട്. അപ്പോൾ നമ്മളൊരു സംഘാതമായ ഒരു ശരീരഭാഷ നമ്മൾ നിലനിർത്തിയില്ല എങ്കിൽ, ഒരു കാത്തലിക് ബോഡി ലാംഗ്വേജ്, അതിനകത്ത് വർഗീയമായ കാഴ്ചപ്പാടില്ല, അതിനകത്ത് മറ്റ് ഉള്ളവരെ ശത്രുക്കളായിട്ട് കാണുന്ന കാഴ്ചപ്പാടില്ല, അതിനകത്ത് സ്വന്തം മതധാരയിലുള്ള ആ ഉൾപ്പൊരുൾ തിരിച്ചറിയാനുള്ള ഒരു മനസ്സ്. ഒരു കാത്തലിക് ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പം കഴുത്തിൽ ജപമാലയുള്ള ഒരു വ്യക്തിയെ മറ്റൊരു മതസ്ഥനായിട്ട് നമ്മൾ തിരിച്ചറിയൂ, ഒരു ക്രൈസ്തവനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു ശരീരഭാഷയുടെ, വസ്ത്രഭാഷയുടെ ചിഹ്നമാണ്. അതുപോലെ തന്നെ ഉത്തിരിയം ധരിച്ചിരിക്കുന്ന അമ്മമാർ ഇല്ലേ, ഇപ്പം നമ്മുടെ മാധ്യമങ്ങളിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ചലച്ചിത്രങ്ങളിലൊക്കെ ക്രൈസ്തവ അമ്മമാരെ അവതരിപ്പിക്കുമ്പം ഒരു പ്രധാനപ്പെട്ട ഡ്രസ് കോഡ് ഈ ബന്ദിങ്ങയാണ്, ഉത്തിരീയമാണ്. എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ അമ്മച്ചിമാർ അത് ധരിച്ചിരുന്നു എന്നാണ്. എന്ന് പറയുമ്പോൾ അതൊരു
ഒരു പാരമ്പര്യത്തിൻ്റെ തുടർച്ചയാണ്. ആ ഒരു തുടർച്ചയ്ക്ക് ഞാനും ഒരു കണ്ണിയാകണം ആകണോ എന്നുള്ളത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ്. ശരിയാണ്, അതൊരു വ്യക്തിപരമായ തീരുമാനമാണ്. ഇനി ഇതിനെ കാണുന്നവർ എങ്ങനെ കാണുന്നു? എല്ലാവരും ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇക്കാര്യത്തിൽ നിഷ്ഠയുള്ള ഒരു സമൂഹമാണ് ഇവർ, ഇക്കാര്യത്തിൽ നിഷ്ഠയില്ലാത്ത ഒരു സമൂഹമാണ് ഇവർ എന്ന് പൊതുസമൂഹം നമ്മളെ തിരിച്ചറിയുന്നുണ്ട്. റോബീസൻ പറഞ്ഞ പോലെ ഇതൊരു കുടുംബത്തിൻ്റെ പ്രദർശനം കൂടിയാണ്. ഈ കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ഈ മതധാരയിൽ തന്നെ കുഞ്ഞുങ്ങളെ നിഷ്ഠയോടെ വളർത്തണമെന്ന് നിർബന്ധ ബുദ്ധിയില്ലാത്തവരാണ്, അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി ഉള്ളവരാണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന വസ്ത്രധാരണം സഹായിക്കുന്നുണ്ട്. അല്ല, ഞാൻ ചോദിക്കണേ, ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? നമ്മളിപ്പോൾ ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പം സാരി ഉടുത്ത് പോകുന്നത് അത്ര കംഫർട്ടല്ല ബൈക്കിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് ജീൻസ് ഇട്ട് പോകുന്നതാണ് കംഫർട്ട്. അതിനെക്കുറിച്ചുള്ള അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? അതായത് സാരിയും ജീൻസും മാത്രമേ നമ്മൾക്ക് വസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ എങ്കിൽ കംഫർട്ടായിട്ടുള്ള സംഗതികൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് എൻ്റെ മനസ്സാണ്. അപ്പോൾ വെദർ ഐ കൺസിഡർ മൈസെൽഫ് ആസ് ആൻ ഒബ്ജക്റ്റ് ടു ബി യൂസ്ഡ്, ഉപയോഗിക്കപ്പെടേണ്ട ഒരു വസ്തുവായിട്ടാണോ ഞാൻ എന്നെ കരുതുന്നത്, അതോ എ പേഴ്സൺ ടു ബി റെസ്പെക്റ്റഡ്? അപ്പോൾ ലോങ് ജേണി പോകാത്ത ആരാണുള്ളത്? ഇല്ലേ? അപ്പോൾ അത് തീരുമാനിക്കാൻ. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു വലിയ വിഷയം തന്നെ നമ്മൾ ഇതിൻ്റെ പരിധി നിശ്ചയിക്കപ്പെടുക എന്നുള്ളതാണ്. ഒരു ജീൻസ് അല്ലെങ്കിൽ അതിന് ടീഷർട്ടിന് പകരം ഒരു ഷർട്ട് ആണെങ്കിൽ അതിന് അത്ര ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. പക്ഷേ അത് ഒരു ജീൻസോ ഒരു ടീഷർട്ടോ അല്ലെ ആ ടീഷർട്ടിന് തന്നെ ഒരു കഴുത്തിന് ഇറക്കം കൂടിയ രീതിയിലുള്ള ടീഷർട്ടുകൾ നമ്മൾ കാണുന്നുണ്ട്. ഈ രീതിയിൽ വളരെ എന്താ പറയുക, വൾഗർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ വസ്ത്രധാരണം മാറുമ്പോൾ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളിലേക്ക് വരുന്നുള്ളൂ. അല്ലാതെ നമ്മളിതിനെ അടച്ച് ആക്ഷേപിക്കുന്നതിന് പകരം ഒരിക്കലുമില്ല. ജീൻസോ അതുപോലുള്ള സംഗതികൾ ഒന്നും മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ധരിക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സ് അതിനനുസരിച്ച് ഓരോരുത്തരും ധരിക്കുകയുള്ളൂ. അപ്പോൾ ക്രൈസ്തവമായ കാഴ്ചപ്പാടിൽ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ മക്കൾ അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളെ കാണുന്ന ഒരാൾ ഇവനൊരു മാന്യനായ മനുഷ്യനാണ് എന്ന് തോന്നുന്നത് നമ്മളുടെ ഡ്രസ് കോഡും കൂടെ കണ്ടിട്ടാണ്, അല്ലേ? ഇവനെ ആദരിക്കുവാൻ തോന്നണം, അല്ലാതെ വെറുതെ പോകുന്നതിന് എന്നെ ആദരിക്കൂ എന്ന് പറഞ്ഞാൽ ആരും ആദരിക്കണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ആദരിക്കുവാനായിട്ട് തോന്നുന്ന രീതിയിലുള്ളൊരു വസ്ത്രധാരണം അത് ഏതായാലും നമുക്ക് ഗുണകരമായിട്ട് വരണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മക്കളെയും അതുകൊണ്ട് ദേവാലയത്തിലേക്ക് ചില അമ്മമാർ മക്കളെയും കൊണ്ട് വരുമ്പം അറ്റയും മൂലയൊന്നും ഇല്ലാത്ത വസ്ത്രധാരണങ്ങളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ടാക്കും. അല്ല അച്ഛൻ, നമ്മുടെ ആദ്യം പറഞ്ഞു കുട്ടികളെ വീട്ടിൽ വസ്ത്രം നല്ല മാന്യമായ വസ്ത്രം ധരിപ്പിച്ച് നടത്തണമെന്നൊക്കെ. ഈ നല്ല വേനൽക്കാലത്തും ഇതുപോലെ പരവേശങ്ങളുടെ സമയത്ത് കിടന്നുറങ്ങാൻ വയ്യ, അങ്ങനെയുള്ള സമയത്ത് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വസ്ത്രമൊക്കെ പകലൊക്കെ നല്ല ഉച്ചയ്ക്കൊക്കെ ഇടിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ മാറ്റി ചിന്തിക്കണം എൻ്റെ അഭിപ്രായം. അതിനെപ്പറ്റി ചേച്ചി എന്ന് പറയുന്നു. നമ്മുടെ നാടിന് കോട്ടൺ ഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ആ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ ഉടുപ്പിടിപ്പിക്കാതെ വീട്ടിൽ കൂടെ നടത്തരുത് എന്ന് പറയുമ്പം അത് കുഞ്ഞുങ്ങൾ കാണുന്ന പോലെ കുഞ്ഞുങ്ങളെ നോക്കുന്നവർ മാത്രമാണുള്ളതെങ്കിൽ അത് ശരിയാണ്, അതിനകത്ത് തെറ്റ് പറയുന്നില്ല. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് ഇപ്പോൾ പല വീടുകളിലും നമ്മൾ വസ്ത്രം സൂക്ഷിച്ചുപയോഗിക്കുന്ന മക്കൾ അവർ പിന്നെ സ്കൂളിലേക്ക് വരുന്നതും ഇപ്പം മുമ്പേ കരോൾ പറഞ്ഞതുപോലെ പള്ളിയിലേക്ക് വരുമ്പോഴൊക്കെ ഇപ്പോഴും പള്ളിയിൽ പോകാനായിട്ട് നല്ല വസ്ത്രങ്ങൾ തന്നെ സൂക്ഷിച്ച് വയ്ക്കുന്ന ഇല്ലേ വീടുകളുണ്ട്. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പം അതിനകത്തൊരു വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, പിള്ളേർ വളരുമ്പോഴും പഴയ ഡ്രസ്സ് നല്ലതാണ്, കീറിപ്പോയിട്ടില്ലെങ്കിൽ അത് തന്നെ ഇട്ടുകൊണ്ട് നടക്കുന്ന പല മുതിർന്ന കുട്ടികളും വീടുകളിലുണ്ട്. ഇനി ചാവറേച്ചൻ ഇത് പറയുമ്പോഴും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമല്ല വരുന്നത് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞിനെ നമ്മൾ നോക്കുന്ന പോലെ തന്നെ എല്ലാവരും നോക്കണം എന്നൊരു നിർബന്ധവുമില്ല. ശരിയാണോ? യെസ്. ഇല്ല, അത് മാത്രമല്ല ഇപ്പോൾ നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. കാരണം മക്കൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മക്കൾ വളർന്നു വരുന്നതിനനുസരിച്ചുള്ള നിയന്ത്രണം മാതാപിതാക്കൾ മക്കൾക്ക് പല കാര്യങ്ങൾ വെച്ചില്ലെങ്കിൽ സഹോദരങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളൊക്കെ വികാസം പ്രാപിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം മനസ്സിലാക്കി വരുന്നൊരു സാഹചര്യത്തിൽ നിയന്ത്രിക്കാനും മൂടി വെക്കാനും നമ്മുടെ മാതാപിതാക്കൾ മക്കളെ നിർബന്ധിക്കുകയും അത് ചെയ്യിക്കുകയും ചെയ്യണം.
ഇല്ലെങ്കിൽ നാളിൽ തന്നെ അത് പ്രധാനപ്പെട്ടതാണ് എന്ന് തോന്നാത്തത് കൊണ്ടാണ് ഒരുമാതിരി മച്ചുറായി വരുന്ന പ്രായത്തിൽ 10, 12, 13 പ്രായത്തിലും കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരീരത്തിൻ്റെ ഒരു വലിപ്പമോ പ്രാധാന്യമോ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഞാനിപ്പോഴും കുഞ്ഞാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരോടൊക്കെ അതേ യാതൊരു എന്താ പറയുക പരിമിതികളുമില്ലാതെ ഇടപെടുന്ന കുട്ടികളുണ്ട്. അത് ചൂഷണം ചെയ്യുന്നവർ നമ്മുടെ കുടുംബത്തിലോ മുറ്റത്തിനരികിലോ ഉണ്ട് എന്നുള്ളതിനകത്ത് നമുക്കിനി പുതിയ ഉദാഹരണങ്ങളോ ആവശ്യമുണ്ടോ? ഇന്നത്തെ കാലം ഞാൻ ഓർക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ മൂന്നാറിലെ ഒരു സ്കൂളിൽ ഞാൻ 3-4 വർഷം ഞാൻ പഠിപ്പിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയും കൊണ്ട് ഞാൻ ഒരു ക്വിസ് കോമ്പറ്റീഷന് വേണ്ടി കോതമംഗലത്തേക്ക് വന്ന് തിരിച്ചു പോവുകയാണ്. കോതമംഗലത്ത് തിരിച്ചു പോകുന്നത് ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. അപ്പോൾ ഒരു 7-8 കുട്ടികളുണ്ട്. അപ്പോൾ അടിമാലിയിൽ വന്നപ്പോൾ ഒരു കുട്ടിയെ പേരൻ്റ് വന്ന് കൊണ്ടുപോയി, അവർ വേറെ സ്ഥലത്തേക്ക് പോകാനുള്ളത് കൊണ്ടുപോയി. പിന്നെ 7 കുട്ടികളുണ്ട്. ഞങ്ങൾ KSRTCയുടെ 2 സീറ്റിൽ ഞാനത് നടുഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ദീർഘയാത്ര ആയതുകൊണ്ടും നല്ല തണുപ്പും മഞ്ഞും ആയതുകൊണ്ടും ഞാൻ ഏതാണ്ട് ഒരു പാതി മയക്കത്തിൽ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കുട്ടികളിരിക്കുക. ഇപ്പോൾ 2 കുട്ടികൾ അപ്പുറത്തിരുന്നിട്ട് ഒരാളിങ്ങനെ ഏന്തി വലിഞ്ഞ് എൻ്റെ തലയുടെ കൂടെ ഞോണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ആരാ ഞോണ്ടണത് എന്നൊക്കെ ചോദിച്ചിങ്ങനെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങേ പുറത്തുനിന്ന് വേറൊരു കുട്ടി ഇവിടെ നിന്ന് ഞോണ്ടി. അപ്പോൾ നോക്കിയപ്പോൾ പലരും ഞാൻ ഉറങ്ങുന്നത് സഹിക്കുക വയ്യാതെ അവിടുന്ന് ഇവിടുന്നൊക്കെ പള്ളക്കൊക്കെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു കളിയായിട്ടങ്ങ് മാറി പെട്ടെന്ന്. എന്നെ മാത്രമല്ല, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൊച്ചുങ്ങൾ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട്. അവരിങ്ങനെ ചാടി എൻ്റെ തലയ്ക്ക് മുകളിൽ കൂടി അവിടെ ഞോണ്ടുന്നു, അവിടെ നിന്ന് ചാടി ഇപ്പുറത്ത് ഞോണ്ടുന്നു. ഇങ്ങനെ പല പല ഞോണ്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഫാദർ സംബഡി ടച്ച് മൈ ബാക്ക്. ഞാൻ തമാശ പറയുകയല്ല, എന്നെ ആരോ പുറകിൽ നിന്ന് തൊട്ടു എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീയാണോടാ? നീ ചോദിച്ചു, ഫാദർ നോ, ഞാനല്ല. അല്ല ഫാദർ. അപ്പോൾ കളി തമാശ പോയി നിൽക്കുകയാണ്. ഞാൻ പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു താടിക്കാരൻ ചേട്ടൻ ഇങ്ങനെ ഇരിപ്പുണ്ട്. ചേട്ടൻ കൊച്ചിനെ തൊട്ടോ? എല്ലാവരും ഞോണ്ടി കളിക്കുകയാണല്ലോ, അതുകൊണ്ട് ഞാനും ഒന്ന് ഞോണ്ടി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ കൂട്ടുകാരെല്ലാവരും ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അപരിചിതമായ ഒരു സ്പർശം ഒരേ ഒരു പ്രാവശ്യം ഇയാളെ എല്ലാവരും താടിക്ക് തട്ടി. ഉടനെ വണ്ടി നിർത്തി. 2ാം മൈൽ കടും മഞ്ഞത്ത് രാത്രി ഒരു 7:30 കൂടി ആയ സമയത്ത് ഇയാളെ അവിടെ ഇറക്കി വിടുന്നതിനൊപ്പം സ്നേഹപൂർവ്വം 2 തലയോടലൊക്കെ നടത്തി ആളുകൾ ഇറക്കി വിടുകയാണ്, മഞ്ഞത്തേക്ക് ഇറക്കി വിടുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട്, ഞാൻ കേട്ടു, ഒരു പ്രാവശ്യമേ തൊട്ടുള്ളൂ, ഒരു പ്രാവശ്യമേ തൊട്ടുള്ളൂ. ഒരു പ്രാവശ്യം തൊട്ടു എന്നുള്ളത് ഈ വളരെ കുട്ടികൾ പല രീതിയിൽ തൊട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചിൻ്റെ പുറത്ത് അപരിചിതമായ ഒരു ഞോണ്ടൽ ആ കുഞ്ഞ് എങ്ങനെ തിരിച്ചറിഞ്ഞു? ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, നിനക്കിതെങ്ങനെ തിരിച്ചറിയാൻ പറ്റി? കൂട്ടുകാരൊക്കെ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനിടയിൽ കൂട്ടുകാരല്ലാത്ത ഒരാൾ നിന്നെ ഞോണ്ടി എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അത് ഫാദറിന് മനസ്സിലാവില്ല എന്ന് ഇവളെന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കത് മനസ്സിലായി. ഇവളുടെ വീട്ടിൽ അവൾക്ക് കൊടുക്കുന്ന ശിക്ഷണം അത്രമാത്രം കൃത്യതയുള്ളതായിരുന്നു. അതായത് അപരിചിതമായ ഒരു സ്പർശം ഏതൊരു പിഞ്ചു കുഞ്ഞും തിരിച്ചറിയുന്നത് അതിൻ്റെ അതിർവരമ്പുകൾ ചെറുപ്പം മുതൽ അവർക്ക് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ്. സ്വന്തം ആങ്ങളമാരാണെങ്കിൽ പോലും, സ്വന്തം ആൻറ്റിമാരാണെങ്കിൽ പോലും, സ്വന്തം അങ്കിളുമാരാണെങ്കിൽ പോലും പരിധി വിട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ, അതാണ് ചാവറേച്ചൻ പറയുന്നത്, അത് നമ്മൾ ചർച്ച ചെയ്യും, മറ്റൊരവസ്ഥയിൽ ചർച്ച ചെയ്യും. എങ്ങനെയാണ് ബന്ധുവീടുകളിലേക്ക് കുഞ്ഞുങ്ങളെ വിടുമ്പോൾ സൂക്ഷിക്കണം. മാലാഖമാരായിട്ട് പോകുന്ന അവർ പിശാചികളായിട്ട് തിരിച്ചു വരും എന്ന് 148 വർഷം മുമ്പ് ഈ പിതാവ് എഴുതി വച്ചിരിക്കുകയാണ്. ഇന്ന് മാലാഖമാരായിട്ട് പോകുന്ന കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് തിരിച്ചു വരുന്നത് നമുക്ക് കൃത്യമായിട്ടറിയാം. ശരിയാണോ? വാസ്തവമാണ്. അപ്പോൾ പരിധി വയ്ക്കേണ്ടിടത്ത് പരിധി വയ്ക്കുന്നതാണ് നമ്മളുടെ ക്രൈസ്തവ ശൈലിയുടെ ഒരു പരിപാവനത വളർത്താൻ എന്നും നല്ലതായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളിൽ അത്തരത്തിലുള്ള ശുദ്ധിയോ ആന്തരികമായ ശുദ്ധിയാണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇപ്പോഴത്തെ കുട്ടികളിൽ അങ്ങനെ ആരെങ്കിലും ഒന്ന് അറിയാതെ തൊട്ടാലോ അല്ലാതെ തൊട്ടാലോ ഒക്കെ അറിയാനായിട്ടുള്ള ഒരു സെൻസിറ്റിവിറ്റി, എന്താണ് നമ്മൾ പറയുക, ഒരു വകതിരിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മളുടെ ശരീരം അതുപോലെ ശുദ്ധമാണ് എന്നും അത് ശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണെന്നും അത് തമ്പുരാന് തന്നെ നമ്മൾ തിരിച്ചെന്തെങ്കിലും കൊടുക്കേണ്ടതാണെന്നും മറ്റുള്ളവരിങ്ങനെ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ സാഗൂതം നോക്കി
നിൽക്കേണ്ട ജിലേബികളല്ല എന്നുമുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ മക്കൾക്ക് ലഭിക്കണമെങ്കിൽ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ നമ്മൾ കൃത്യമായ അച്ചടക്കത്തോടു കൂടി തന്നെ വളർത്തേണ്ടതുണ്ട് എന്നാണ് ചാവറ പിതാവ് സൂചിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിൽ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഒരു പുതിയ ജനറേഷൻ്റെ പ്രത്യേകതയാണ് കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുകയും അതുപോലെ പീഡിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ഒരു ചർച്ചയിലൂടെ തിരിച്ചറിഞ്ഞൊരു വസ്തുത എന്ന് പറഞ്ഞാൽ, ഒരു ചാവറയച്ചൻ എഴുതി വെച്ച കാലം മുതലേ പണ്ട് മുതലേ ഉള്ള ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഒരു യുവജന പ്രതിനിധി എന്ന നിലയിൽ ഇപ്പോൾ യുവജനങ്ങളെ കടന്നാക്രമിക്കുന്നവർക്കുള്ള ഒരു ഉത്തരവും കൂടിയാണ് ഒരു പക്ഷേ ഈ ഒരു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഈ ആശയം എന്ന് എനിക്ക് തോന്നുകയാണ്. ഓക്കെ, എന്ത് തോന്നുന്നു? ഇപ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മളിപ്പോൾ മേടിച്ച് പിള്ളേർക്ക് കൊടുക്കുന്നത്. അതിനനുസരിച്ച് മാർക്കറ്റിൽ നമുക്ക് കടന്നു കയറാൻ പറ്റില്ല. മാർക്കറ്റിൽ തന്നെ വെച്ചാൽ പരസ്യങ്ങളുടെ അത് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഒരു മാർക്കറ്റിൽ ഒരു ഷോപ്പിൽ പ്രമുഖമായിട്ടുള്ള ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലതാണ്, ഇത് മറ്റു പിള്ളേരിടുന്നതാണ്, അവർ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഇത് നമ്മുടെ പിള്ളേരിട്ട് കഴിഞ്ഞാൽ മോശമല്ലല്ലോ. അങ്ങനെ ഒരു തോന്നലിൽ നിന്നും മേടിക്കുന്ന മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ കാര്യമുണ്ടോ? അല്ല, അതുണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം വളരെ നല്ല കസ്റ്റമേഴ്സാണ്. മറ്റുള്ളവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഇന്ന് മലയാളിക്ക് യാതൊരു മടിയുമില്ല. മലയാളി അങ്ങനെ ഒരു ഉപയോഗ കൂട്ടം മാത്രമായി മാറി. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷൊക്കെ പാടിയത്, അരി തഞ്ചാവൂരിൽ നിന്ന് വരും, പാല് പൊള്ളാച്ചിയിൽ നിന്ന് വരും. ഏത് നമ്മൾ കാത്തിരിക്കുക മലയാളി. അതെ, നമ്മളിതിങ്ങനെ പരസ്പരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം, നമുക്ക് എന്തെങ്കിലും ഇതിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെരി ഗുഡ്, നല്ല കാര്യം. എൻ്റെ കുട്ടി എപ്പോഴും സേഫായിരിക്കും, സുരക്ഷിതയായിരിക്കും, അല്ലെങ്കിൽ സുരക്ഷിതനായിരിക്കും എന്ന് എല്ലാ മാതാപിതാക്കളുടെയും ഒരു കൊതിയാണ്. നമ്മുടെ ക്രൈസ്തവ മനസാക്ഷി രൂപപ്പെടുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ പാരമ്പര്യങ്ങളിൽ നിന്നും നമ്മുടെ ചിട്ടകളിൽ നിന്നും ശൈലിയിൽ നിന്നും നമ്മുടെ സഭാപിതാക്കന്മാർ 2000 വർഷങ്ങളായിട്ട് നമ്മളെ പഠിപ്പിച്ചു വന്നിരിക്കുന്ന ക്രൈസ്തവമായ മൂല്യബോധത്തിൽ നിന്നുമാണ്. ഒരു സ്കൂളിലേക്ക് ഇപ്പോൾ നമ്മൾ കടന്നു ചെല്ലുകയാണെങ്കിൽ അവിടെ യൂണിഫോം നിർബന്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് സൺഡേ സ്കൂളിൽ എന്തുകൊണ്ട് ഒരു യൂണിഫോം നടത്തിക്കൂടാ? നിങ്ങൾ ബന്ധങ്ങൾ, സുഹൃത്തുക്കളെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർ പണമുള്ളവർ എന്നുള്ള രീതിയിൽ അവരെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ വലിയ അബദ്ധമാണ് കാണിക്കുന്നത്. അവനവൻ്റെ മനസ്സ് എങ്ങനെയാണോ അത് വിശുദ്ധിയുള്ളതാണെങ്കിലാണ് പ്രധാനമായിട്ടും. അതിലാണത് ഡ്രസ്സ് അതിനൊരു കോഡായിട്ട് മാറുന്നില്ല. എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടല്ല അച്ഛ ഇത് ഇടുന്നത്, ഇത് എൻ്റെ അപ്പനും അമ്മയും നിർബന്ധിച്ചിടുന്നതാണ്.